ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസിക്ക്. ഇന്ന് ചെറിയൊരു പരിപാടി കേട്ടോ. കഴിഞ്ഞ ദിവസം പോയി തകർത്ത് വാരി വണ്ടിയുടെ കണ്ടീഷൻ ചെയ്താൽ ഇത് ഇവിടെയൊക്കെ ഒരു ജിയോ വൈൽഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു മഞ്ഞ സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണാനില്ല. വണ്ടിയുടെ കണ്ടീഷൻ കണ്ടു. അപ്പോൾ ഇത് ഫുള്ള് മൊത്തം ഇതായി കിടക്കുക. അപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമലൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ വണ്ടിയും കഴുകാൻ വേണ്ടി. ഞാൻ ഓർക്കുമായിരുന്നു ഇതേ കളർ പെയിൻ്റ് അടിച്ചാലോ ഒന്ന്. കണ്ടില്ലേ, ഡിസ്കിനും ആ കളറൊക്കെ അടിച്ചാൽ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ ഒരു തോന്നൽ ഈ കളർ എങ്ങനെ ഉണ്ടാവുമെന്ന്. ചന്ദനത്തിൻ്റെ ഒരു കൂട്ടൊരു കളർ കേട്ടോ. അപ്പോൾ ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട്. ഞാനും പോയി നോക്കാം കേട്ടോ. അവിടെ തിരക്കൊന്നും ഇല്ലെങ്കിൽ യാദർശികമായിട്ട് ആ തെണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചതാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കണം. വണ്ടിയുടെ അകത്ത് മൊത്തം ചെളി കേട്ടോ. അതെ, വണ്ടി കഴുകിയിട്ട് വേണം ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ. കുറച്ച് പരിപാടി ഉണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു കോട്ട് വെള്ളം അടിച്ചു കേട്ടോ. നല്ല ചെളിയൊക്കെ ഉണ്ട്. ഒരു കോട്ട് വെള്ളം അടിച്ച് കഴുകിയതാ. CP വന്ന വണ്ടിയാക്കാം. പ്ലേറ്റ് ഈ സൈഡ് എന്താ പ്ലേറ്റ് ഒടിഞ്ഞത്? ഇവിടെ എന്ത് ഒടിഞ്ഞേക്കണേ? വണ്ടി ചെരുവുണ്ട്. പ്ലേറ്റ് എന്ത് ഒടിയാണ്ട് തെന്നിപ്പോ എന്നാലും പൊക്കി എടുത്തേക്കുക. എന്നാ പ്ലേറ്റ് ഒടിഞ്ഞിട്ടുണ്ടോ? ഇല്ലടാവോ, പ്ലേറ്റ് ഒടിഞ്ഞിട്ടൊന്നുമില്ല. കുത്തിപ്പോയതായിരിക്കും മിക്കവാറും. ഈ സൈഡ് ചെറുതായിട്ട് കുത്തിപ്പോയിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് അടിയിലൊന്നും വേറെ ഡാമേജൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഹൗസിങ്ങിൻ്റെ ജോയിൻറ്റിൽ നിന്ന് ഓയിൽ പണിച്ചിരിക്കുന്നതാണോ അതോ വെള്ളം നനഞ്ഞിരിക്കുന്നതാണോ? അത് ഓയിൽ എൻ്റെ വണ്ടിക്ക് അത് കൂടുതലാണ്. യാസിക്ക് എല്ലാം നോക്കി വീക്ഷിക്കും കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് കുറ്റം കണ്ടുപിടിക്കാനാണ്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ പോയ ആ കയറൂലാത്ത മല നമ്മൾ കയറ്റിയപ്പോഴത്തേക്ക് അടി തട്ടിയതിൻ്റെ നമ്മുടെ ഹൗസിംഗ് കാർഡിൻ്റെ അടി തട്ടി ഓയിൽ ലീക്കായി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ കുറച്ച് കോമ്പസ് ഒക്കെ ആയിട്ട് ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. അതിന് മുമ്പ് എടുത്തതാണ്. പക്ഷേ ഇടാനൊരു സാഹചര്യം വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാട്ടോ ഇപ്പോൾ ഇടുന്നത്. കാരണം നമുക്കിപ്പോൾ വേറെ എങ്ങും പോകാൻ പറ്റിയില്ലാത്തതുകൊണ്ട് വേറെ എങ്ങും പോയുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ താമസം വന്നേ കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് പണിയണം, ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ പ്ലാനിങ്ങിലുണ്ട്. പറ്റുവാണെങ്കിൽ ഈ ഗ്യാപ്പിൽ ചെയ്യണം. പിന്നെ അടുത്ത ദിവസം തന്നെ എവിടെയെങ്കിലും ചെന്ന് കയറി അതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് സഹകരിച്ച് വിടുക. നമ്മുടെ വീഡിയോ ഇന്ന് ഇതാണ്. അപ്പോൾ ഇപ്പോൾ അമലിൻ്റെ വണ്ടിയാണെങ്കിൽ ടെസ്റ്റിൻ്റെ ടൈമായിട്ടോ. ടെസ്റ്റ് ആയി കിടക്കുവാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഇനിയിപ്പോൾ സ്റ്റോക്കാക്കി ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടേ കൊടുക്കുവാണ്. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഇനി അമലിൻ്റെ വണ്ടി കാണത്തില്ല എന്നാണ് വിചാരം. ഉടനെ ഒന്നും ഇറങ്ങില്ല എന്നാണ് അമൽ പറയണേ. അവനെന്തോ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പ്ലാനിങ് ഉണ്ട് കേട്ടോ. മോൺസ്റ്റർ ആക്കണം എന്നാണ് അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ മോൺസ്റ്റർ വണ്ടിയാക്കി അവൻ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളികളൊക്കെ ഏറ്റി വാങ്ങിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിന് മുന്നോട്ട് ഇപ്പോൾ കഴുകിയിട്ട് ഇനി നേരെ വണ്ടി കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനിങ് ആട്ടോ എന്തായാലും പുള്ളി. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കയറണം. പിന്നെ അമലിൻ്റെ വണ്ടി ഇല്ല. പക്ഷേ ആ ഗ്യാപ്പിൽ ഇപ്പോൾ യാസീൻ ബ്രോ ചിലപ്പോൾ ഒരു താറെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അതും നമ്മുടെ ചെറുക്കനുമായിട്ട് 2 വണ്ടിയുള്ള വീഡിയോസ് ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ കേട്ടോ. വന്നേക്കോട്ടോ. ഫുള്ള് ചെളിയാ. നമ്മൾ ഡിസ്കിന് പെയിന്റ് അടിച്ചാൽ ജിപ്സിയുടെ ഡിസ്കിനൊക്കെ ഇരിക്കുന്ന പോലെ. ഇതുണ്ടോ ഫുള്ള് ചെളിയോ? ഫുള്ള് ചെളി, നിറച്ച് ചെളി. വണ്ടിയുടെ നോക്കിക്കണ ഉണ്ടോ? ഫുള്ള് ചെളി. വണ്ടി അവിടെ നിന്ന് കഴുകണം. ഞാൻ സീക്ക് ഇവിടെ ഇരിക്കണം. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ താറാട്ടോ. ബാസിന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ്റെ താറാട്ടത് CRD. അമ്മമാര് പോയോ? അവർ പോയി. നല്ല ചെളി കേട്ടോ. ഞാൻ സീക്ക് എടുത്ത് വെക്കാം. നാളെ മതിയോ? ഇത് രാത്രിയാവുന്ന തീരുമ്പോൾ ഇപ്പൊ പോയുള്ളൂ. നല്ല ചെളി കണ്ടിട്ട് ഇതിനകത്ത് നോക്കാം. ഒരു തവണ വാഷ് ചെയ്താ ഒരു തവണ വാഷ് ചെയ്താ എനിക്ക് തോന്നി. അവരെ ആദ്യം ആ ചെളിക്കട്ട കളഞ്ഞിട്ട് രണ്ടാമത് പൊക്കി തീർത്ത് കയറ്റി കയറി കഴുകിക്കൊണ്ടിരിക്കണയാണ്. ഇത്
അടുത്തേക്ക് പോയി എടുക്കണമെന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ് ചെളി ആടൂലെന്ന് ഓർത്ത് അടുത്തേക്ക് പോകാത്ത. നല്ല ചെളിയാണ്. എൻ്റെ അടിഭാഗമൊക്കെ നോക്കിയാൽ എന്തോരമാണ്. വീഡിയോയിൽ കുറവാട്ടോ, പക്ഷേ ഉണ്ടല്ലോ വീഡിയോയിൽ കുറവാണ്, പക്ഷേ നേരിട്ട് കാണാൻ നല്ല കട്ട ചെളിയൊക്കെ ടക്ക് ടക്കെന്നാണ് വീഴണേ. അത്ര ചെളിയാണ്. ഈ ഒരു സൈഡാണ് ഫുൾ ടൈം, അപ്പുറ സൈഡാണ്. ഇന്നലെ രാത്രി ഒത്തിരി താമസിച്ചായിട്ട് ഞങ്ങൾ വന്നേ. ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് ആ ഒരു കട്ടിയുള്ളത് പോയി. ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ വാഷിങ്ങാണ്. ടയറൊക്കെ നല്ല കറുത്തു. കഴുകി കഴിയുമ്പോൾ ഒന്ന് കുട്ടപ്പനാവും. എന്തായാലും 15 ഇഞ്ച് ആലോചിച്ച് വിത്ത് ടയറാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ പണിയാൻ പോകുമ്പോൾ മൈലേജ് നോക്കരുത്. ഇതിപ്പോൾ ഞങ്ങൾ ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മൈലേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ചിരി വരും. ഇവിടെ കഴുകി നമ്മൾ ഇതിൻ്റെ അണ്ടറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ളോ ഇത് മൊത്തം ഇത് പുതിയ കാർഡ് വെച്ചാൽ മൊത്തം പോറി തീർന്നു. വണ്ടിയിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അണ്ടർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എഞ്ചിൻ റൂമായിട്ടോ കഴുകണേ. എഞ്ചിൻ റൂമൊക്കെ നിറച്ച് ചെളിയാണ്. വാവ്, ഇപ്പം എഞ്ചിൻ്റെ ഒരു കാറൊക്കെ അടിച്ചിട്ട് ടോപ്പിലൊക്കെ നിറച്ച് ചെളിയാണ്. റൂഫ് കഴുകിക്കൊണ്ടിരിക്കുക. ടോപ്പിലൊക്കെ നിറച്ച് ചെളിയായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ചെളി പോയിട്ടില്ല, സൈഡ് കഴുകണേ ഉള്ളൂ. പിന്നെ അണ്ടർ ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഒരാൾ റൂഫ് കഴുകിക്കൊണ്ടിരിക്കുന്നു. ബോഡിയും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇതും കഴിഞ്ഞിട്ടില്ല. ഇനി ഇൻറ്റീരിയറും വാഷ് ചെയ്യാനുണ്ട്, ഫുൾ ബോഡിയും വാഷ് ചെയ്യാനുണ്ട്. ബോഡി വാഷിങ് തുടങ്ങി കേട്ടോ. ഫുള്ള് ബോഡി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാത്രിയാവും ഫുള്ള്. അടിയൊക്കെ അടിപൊളിയായിട്ട് കഴുകി, ഫുള്ള് കഴുകി, ടോപ്പൊക്കെ ഫുള്ള് കഴുകി. ഇപ്പം ബോഡിയുടെ കൊണ്ടുകൊണ്ടിരിക്കുക. ഇപ്പുറത്തെ സൈഡ് ഒന്ന് കഴുകി വിട്ടു. ഇവിടെ നിന്ന് വെള്ളം കൂടെ അടിച്ചിട്ടാൽ മതി. നമ്മളിങ്ങനെ ഈ കാടും മലയൊക്കെ ഇടിച്ച് കയറി കുത്തി കയറിയൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഒക്കുമാർക്കൊന്നും വണ്ടി വേണ്ടേ എന്ന് തോന്നലുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ വണ്ടീനെ അതുപോലെ നമ്മൾ സ്നേഹിക്കേണ്ട കേട്ടോ. ഓരോ വർക്ക് ഓരോ ട്രിപ്പും പോയിട്ട് ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, ചെയ്തോ മാറിക്കോ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കും കേട്ടോ. നമ്മൾ വണ്ടീനെ എത്രത്തോളം സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ വണ്ടി നമുക്ക് കെയർ തരും. അത് നമുക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വണ്ടീനെ സ്നേഹിച്ച് അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ അമലിൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് ചെളി കയറി, അത് പോണില്ല. അത് മാത്രം ഒരു ബുദ്ധിമുട്ടായി പോയിട്ടോ. വണ്ടിയുടെ ഫ്ലോറിൽ മൊത്തം ചെളിയായിരുന്നേ. അത് മൊത്തം നല്ല ക്ലീനാക്കി നീറ്റാക്കി കഴുകി കുളിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അവിടെ ഈ ബൊലേറോയും അതുപോലെ ജീപ്പിൻ്റെയൊക്കെ അകത്താണെങ്കിൽ ഒന്നും നോക്കണ്ട. ബൊലേറോ പിന്നെയും നോക്കണം. ജീപ്പിൻ്റെ അകത്തൊക്കെ നമ്മൾ വാരിക്കൂരി വെള്ളം ഒഴിച്ച് കഴുകാം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും വണ്ടിയുടെ പണിയൊക്കെ കഴുകി കുളിപ്പിച്ച് ഏകദേശം ഒരു സെറ്റായിക്കൊണ്ടിരിക്കണുള്ള കമ്പം കൊല കയറി അവരുടെ സാധനം അടഞ്ഞു ഗൈസ്. അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇങ്ങനത്തെ വീഡിയോ ആണ്. അതായത് ചെറിയൊരു മെയിൻ്റെനൻസ്, നമ്മുടെ വണ്ടിയെ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളാണ്. വണ്ടി കഴിഞ്ഞ ദിവസം പോയി നന്നായിട്ട് ചെളി കൂടെ ചാടി, നല്ല രീതിയിൽ ചെളി കൂടെ ചാടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഉള്ളിലും എല്ലാം നന്നായിട്ട് ചെളി കയറിയായിരുന്നു. നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി കഴുകി കുളിപ്പിച്ച് ആ ഒരു സെറ്റപ്പോടുകൂടി തന്നെ നമ്മൾ എടുത്തു കേട്ടോ. വണ്ടി എൻ്റെ ഇനി ഗ്രീസ് അടിക്കാൻ പോകണം. അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. കാരണം നമ്മളിത് ഇപ്പോൾ വണ്ടി, പിന്നെ അതുമല്ല അമലിൻ്റെ വണ്ടി ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തു. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്നിപ്പം ടെസ്റ്റിന് കൊടുത്തു. ആ ടെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടി അഴിച്ച് സ്റ്റോക്കാക്കി കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് ആക്കിയിട്ട് വീണ്ടും അടുത്ത പണി ചെയ്യുമ്പം മോൺസ്റ്റർ ആക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് അമൽ നടക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് മോൺസ്റ്റർ ആവാൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കണേ. എന്നാലും വേണ്ടില്ല, അവൻ എന്തോ ചെയ്യുമെന്നും പറഞ്ഞ് നടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീപ്പും ഒന്ന് പണിതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അധികം താമസിക്കാണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന വഴിക്ക് അതൊക്കെ കാണാം കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ജീപ്പ് ചെറുതായിട്ട് കൊണ്ടുവന്ന് കയറ്റിയായിരുന്നേ.
അമലിൻ്റെ വണ്ടി കൊണ്ടുവന്ന് കയറ്റിയ സമയത്ത് ഞാനും കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് രാത്രിയാകും ചേട്ടാ, അതുകൊണ്ട് എന്തായാലും പോയിട്ട് വാ, അടുത്ത ദിവസം വന്നാൽ ചെയ്തു തരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഭായിമാരാട്ടോ അവരതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. കാരണം അന്ന് തന്നെ നന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് വണ്ടി വേണ്ട, നോക്കണ്ട. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വാഷിംഗ് ഉണ്ടോ, നല്ല ടൈം എടുക്കും. നമ്മുടെ ഇവിടെ തൊടുപുഴ മങ്ങാട്ട് പോലെ കിയാങ്ക എന്ന് പറഞ്ഞിട്ടാണ്, കി അൻക അങ്ങനെ കണ്ട അതിൻ്റെ പേരട്ടോ. നമ്മുടെ ജീപ്പ് പെയിൻ്റ് അടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഇട്ടിട്ടാട്ടോ. അത് വലിയ കഥയായിരുന്നു, അത് വേറൊരു കാര്യം. അപ്പോൾ എന്നാലും നമ്മൾ സർവീസിന് ഇപ്പോൾ ഇവിടെയാണ് കൊടുക്കാറ്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം നീറ്റായിട്ട് കഴുകുകയും ചെയ്യും. പിന്നെ അതുപോലെ ടയർ നല്ല കറുത്ത് വന്നത് കണ്ടോ. നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് ചാടിയ സമയത്ത് സാധാ ചെളിയല്ലായിരുന്നു അത്, നമ്മുടെ ഈ വെട്ടുകല്ലൊക്കെ വെട്ടിയെടുക്കുമ്പോഴുള്ള കൂട്ടൊരു ചെളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെളി എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ടയറിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ടയറിലുള്ള ചെളിയെ കഴുകി കളഞ്ഞ രീതിയിലൊരു ചെളിയാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് വന്നതോടുകൂടിയാണ് ടയർ ഇത്ര കളർ വന്നത്. പഴയ ചെളിയെല്ലാം പോയിട്ടോ. വലിയക്കാട്ട് കട്ടകളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ചാടി വന്നുകൊണ്ടിരുന്ന കേട്ടോ, വലിയ പീസ്. ആ പ്രദേശം മൊത്തം 2 ദിവസമായിട്ട് നമ്മുടെ വണ്ടി കൊണ്ട് കഴുകി കുളിപ്പിച്ച് മൊത്തം നശിപ്പിച്ചു കൂട്ടോ സ്ഥലമൊക്കെ. ഇപ്പം ഈ വണ്ടിയോടൊക്കെ ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഓരോ പണി ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷം കേട്ടോ, വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുവേ. ഇപ്പം തന്നെ ആ ചെളിയൊക്കെ ഒന്ന് മാറി ബോഡിയൊക്കെ കളറൊക്കെ തെളിഞ്ഞ് വരുമ്പം തന്നെ അതൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം കേട്ടോ. അതുകൊണ്ട് താഴെ നോക്കി എൻ്റെ പിന്നെ എന്തോരം ചെളിക്കട്ടയാണെന്നുണ്ടോ താഴെ ചടി കിടക്കണത്. ഇത് മൊത്തം ഇല്ലാന്നാട്ടോ, പകുതി പോലും ആയിട്ടില്ല, ഇനിയും കിടക്കുക ബാക്കി അതുപോലെ തന്നെ. എന്നാലും ഇവർ സമ്മതിക്കണം കേട്ടോ, അവർ നന്നായിട്ട് തന്നെ കഴുകി വാഷ് ചെയ്തെന്ന് വളരെ സന്തോഷമായിട്ടോ. എന്തായാലും കണ്ടില്ലേ, ഓരോ സ്ഥലത്തുനിന്നും അതുപോലെ കട്ട കയറി അടഞ്ഞ് നിൽക്കും അതിൻ്റെ അകത്തേക്ക്, അടിഞ്ഞു കൂടിയേക്കുമാണ് ചെളിയൊക്കെ. ടയർ നല്ല കറുത്തു കേട്ടോ, ടയറും ബ്ലാക്ക് കളർ പീസുള്ളതെല്ലാം കറുത്തു. നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ അവസ്ഥ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നോക്കി ഫുള്ള് ചെളി വെള്ളം, ഫുള്ള് അടിച്ച് കയറി. എൻ്റെ പൊന്നേ മതി, ഫുള്ളായിട്ട് അടിച്ച് കയറി കേട്ടോ. ഇതിപ്പോൾ അവർ കാരം മിക്സ് ചെയ്തിട്ട് അവർ വണ്ടിയുടെ അകത്തൊക്കെ അടിക്കണേ കേട്ടോ. അകത്തൊന്നും അടിച്ചാൽ പെയിൻ്റൊക്കെ പോകുമെന്ന് പറയും, എന്നാലും ഇത് ഇമ്മാതിരി ചെളി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അടിക്കണേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളകി പോകാനും എല്ലാം കൊണ്ടും നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ ഇവർ ആദ്യം ഒന്ന് വെള്ളം അടിച്ച് മൊത്തം ബോഡി കഴുകും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കാരം അടിച്ചിടും, അത് കഴിഞ്ഞിട്ട് അത് വെള്ളം അടിച്ച് കളയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാമ്പു ഇടും, എന്നിട്ട് ഷാമ്പു ഇട്ട് കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ഇവർ ബോഡിയുടെ പുറത്തോടെ മറ്റേ ഡീസൽ ഇട്ട് കഴുകും കേട്ടോ, എന്നിട്ട് ഒന്നുകൂടി ഷാമ്പു ഇട്ട് കഴുകും. അങ്ങനെ വലിയൊരു പ്രോസസ്സിങ്ങാണ് ഇവിടുത്തെ പണി കേട്ടോ. എന്തായാലും അതിൻ്റെ ഉള്ളുവശം അടിച്ച് കഴിഞ്ഞു, ഞാൻ ആ ഉള്ളു കാണിച്ചില്ല കേട്ടോ. അത് അടിച്ച് കഴിഞ്ഞ് ഒന്ന് പതുക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണേ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം എല്ലാം അടിച്ച് മൊത്തം ക്ലീനാക്കി കളഞ്ഞിട്ട് ഇനിയാണ് അതിൻ്റെ ഡീസലൊക്കെ ഒഴിച്ചൊന്ന് തൂത്ത് ക്ലീനാക്കും അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പോൾ എൻ്റെ പഴയ ബോണറ്റ് ആയതുകൊണ്ട് ഞാൻ ബോണറ്റിൽ കയറി നിൽക്കുന്നതിനൊന്നും പറയാനുള്ള. നമ്മുടെ വണ്ടി പണിത് കഴിയുമ്പോൾ ഞാൻ ബോണറ്റിൽ ആരും ഇരുത്തുന്നതായിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പണിയും ഞാൻ വണ്ടി പണിയാൻ വേണ്ടി കുറേ പ്ലാനിങ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വണ്ടിയെ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അമലിൻ്റെ വണ്ടി ടെസ്റ്റിന് ചെയ്യാൻ വേണ്ടി കൊണ്ടേ കൊടുത്തു, നമ്മുടെ വണ്ടി വീട്ടിലും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എന്നായാലും ഇനി അടുത്ത ദിവസം ഞാൻ പറഞ്ഞില്ലേ യാസീൻ ഇപ്പോൾ ഒരു താർ എടുക്കാനുള്ള പ്ലാനിങ്ങിലുണ്ട്. മിക്കവാറും ഇന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എടുക്കുവാണെങ്കിൽ തന്നെയാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോയും അതുമായിട്ട് നമ്മൾ കയറാത്ത മല കയറാൻ പോണതും എല്ലാം കൂടി ഇടാം. അപ്പോൾ പലരും സജസ്റ്റ് ചെയ്തിരുന്നു താറും ജീപ്പുമായിട്ട് പോണതിൻ്റെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും കൊണ്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് യാദൃശികമായിട്ടാണെങ്കിലും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്കിനിപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് ബാക്കി ഭാഗം വീണ്ടും കാണാൻ കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്. തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നാലും നല്ല അടിപൊളി കിടിലൻ വീഡിയോസുമായിട്ട്, നല്ല കിടിലൻ ഓഫ് റോഡ് വീഡിയോസുമായിട്ട് തന്നെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.